അതും മറ്റൊരു അപൂർവതയാണ്. സാധാരണ നിലക്ക് അസാധ്യമെന്ന് കരുതുന്ന, ദുഷ്കരമെന്ന് കരുതുന്ന ഈ അസാധാരണ ദൗത്യം എങ്ങനെയാണ് ഏറ്റെടുത്ത് നിറവേറ്റാനുള്ള ആർജവും ധൈര്യവും നമുക്ക് ഉണ്ടായത്? ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും ജനസമൂഹത്തിന്റെ മനസാക്ഷിയിലെ മനുഷ്യത്വം ഇതെല്ലാം ഒത്തുചേർന്നാൽ അതിനോടൊപ്പം സർക്കാരിന് നിൽക്കാനായാൽ അസാധ്യത്തെ സാധ്യമാക്കാം എന്നതാണ് സത്യം. നമുക്കിത് ചെയ്തേ പറ്റുമായിരുന്നു. എങ്ങനെയെന്ന ചോദ്യം സ്വയം ചോദിക്കാൻ സമയമോ സാവകാശമോ ഉണ്ടായിരുന്നില്ല. ഇച്ഛാശക്തി ഉണ്ടാവുക എന്താണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും കൂടി തീരുമാനിച്ചപ്പോൾ അതിന് വഴിയുമുണ്ടായി. അത് തിരിച്ചടക്കേണ്ട വായ്പയാണ്. എന്നാലും നാം ഇത് സാധ്യമാക്കുന്നു. ഇപ്പോൾ കേരളത്തിന്റെ തനത് അതിജീവനമായി ചരിത്രം ഇത് രേഖപ്പെടുത്തുന്നു. മാതൃകയായി ചരിത്രം ഇതിനെ അടയാളപ്പെടുത്തും. ആരോടൊക്കെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. നമ്മുടെ ജനങ്ങൾ, അവരിൽ വലിയ വിഭാഗം നിത്യജീവിതത്തിന് മാറ്റിവെച്ച തുകയുടെ ഓഹരി ഇതിലേക്ക് സംഭാവന ചെയ്തു. പട്ടിണിക്കാർ മുതൽ നമ്മുടെ പ്രവാസി സമൂഹം വരെ എല്ലാ വൈഷമ്യങ്ങളിലും നമ്മോടൊപ്പം നിന്നിട്ടുള്ളവരാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ. അവരും അവരുടെ സംഘടനകളും മുതൽ വ്യവസായ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും വരെ സഹായിച്ചു, കുടുക്ക പൊട്ടിച്ചു. ചില്ലറ തൊട്ടുകൾ തന്ന കുട്ടികളിൽ ആ കുട്ടികൾ മുതൽ തന്റേതായ ഓഹരി തന്ന പാവങ്ങൾ വരെ അവരോടൊക്കെയുള്ള നന്ദി പറഞ്ഞു തീർക്കാനാവില്ല. ഒരു അതിജീവിത കേരളം പടുത്തുയർത്താൻ മുൻനിന്ന് പ്രവർത്തിക്കുന്നവരാണത്. എല്ലാം ഏകോപിപ്പിച്ച് ഫലവത്താക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകാം. ജനങ്ങൾ ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല. ഒരു വെല്ലുവിളിയും മറികടക്കാനാവാത്തതല്ല. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. എല്ലാ വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം എന്തിനേയും അതിജീവിക്കുന്നു. അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹാസന്ദേശം. നഗരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ 7 സെന്റിൽ ഒരു വീട് എന്ന നിലക്കാണ് സർക്കാർ ഭവന നിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നത്. 2 കിടപ്പുമുറികൾ, പ്രധാന മുറി, സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, പഠനമുറി, ഡൈനിങ് ഹാൾ, അടുക്കള, സ്റ്റോർ ഏരിയ, ശുചിമുറി എന്നിവയെല്ലാം വീടുകളിൽ ഉറപ്പാക്കും. ഒരു ക്ലസ്റ്ററിൽ 20 വീടുകൾ. 1000 ചതുരശ്രടിയിൽ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാൻ കഴിയുന്ന അടിത്തറ ഒരുക്കിയാണ്
വീട് ഉയരുക. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കും വിധത്തിലാണ് ടൗൺഷിപ്പിലെ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത്. കേവലമായ വസതികളുടെ ഒരു നിരയുണ്ടാക്കി പിൻവാങ്ങുകയല്ല നമ്മൾ ചെയ്യുന്നത്. വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ കേന്ദ്രം, അംഗൻവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ, മൾട്ടിപർപ്പസ് ഹാൾ, കളിസ്ഥലം, ലൈബ്രറി, സ്പോർട്സ് ക്ലബ്ബ്, ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങിയവയാണ് ഇവിടുത്തെ അനുബന്ധ സൗകര്യം. ആകെ 64.4 ഹെക്ടർ ഭൂമിയിൽ അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. വീടുകൾ നിർമ്മിക്കുന്നതുകൊണ്ട് മാത്രം ദുരന്ത നിവാരണം അവസാനിക്കുന്നില്ല. തുടർ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. ദുരന്തബാധിതർക്ക് ഇതുവരെ 25,64,00,000 രൂപയാണ് സർക്കാർ പണമായി നൽകിയത്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള സഹായം, പരിക്കേറ്റവർക്കും കിടപ്പ് രോഗികൾക്കുമുള്ള ചികിത്സാ സഹായം, മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നൽകിയ തുക, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്ത അടിയന്തര സഹായം, ഒരു കുടുംബത്തിലെ 2 പേർക്ക് ദിവസം 300 രൂപ വീതം നൽകുന്ന ജീവനോപാധി, വീട്ടുവാടക എന്നിവയായാണ് ഈ തുക നൽകിയത്. രക്ഷാകർത്താക്കൾ നഷ്ടപ്പെട്ട 7 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകിക്കഴിഞ്ഞു. മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വീതം അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. CSR ഫണ്ടുകളിലൂടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി 2.5 ലക്ഷം രൂപയും നൽകി. 250 ലാപ്ടോപ്പ് കുട്ടികൾക്ക് വാങ്ങി നൽകുവാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ടൗൺഷിപ്പിന് പുറത്തു താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ 15 ലക്ഷം രൂപയാണ് നൽകുന്നത്. ദുരന്ത മേഖലയിലെ 5 ST കുടുംബങ്ങൾക്ക് അവരുടെ താല്പര്യപ്രകാരമുള്ള പുനരധിവാസം ഉറപ്പാക്കുന്ന സർക്കാർ പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന നിരീക്ഷണ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പരിശോധനാ കമ്മിറ്റിയിൽ ദൈനംദിന പ്രവർത്തനത്തിനായി ഒരു സ്പെഷ്യൽ ഓഫീസറുമുണ്ട്. ഇങ്ങനെ മേൽനോട്ടത്തിന് ഏറ്റവും മികച്ച സംവിധാനമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ ദുരന്ത ഭൂമിയിലെ നിസ്സഹായരായ മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെ വീണ്ടെടുക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി നൽകുകയാണ്. റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ നഷ്ടമായ ദുരന്ത ഭൂമിയിലെ മനുഷ്യരിൽ 878 പേർക്കായി 1162 അവശ്യ സേവന രേഖകളാണ് ദിവസങ്ങൾക്കകം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത്. ദുരന്തശേഷം 24 ദിവസത്തിനുള്ളിൽ 728 കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൗകര്യം ഒരുക്കി വാടകയും ദിനപത്രയും അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി. ഭക്ഷണ കിറ്റ്, ഫർണിച്ചറുകൾ തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി ദുരന്തബാധിതരുടെ മുറിമുടങ്ങാൻ കൗൺസിലിംഗ് സൗകര്യം നൽകിയുമൊക്കെയാണ് നമ്മൾ ദുരന്തബാധിതരുടെ കരം പിടിച്ചത്. 32-ാം ദിവസം മേപ്പാടി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു. ദുരിതബാധിതരുടെ കേരള ബാങ്കിലെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളി. ചുവരുമലയിലെ ദുരന്തബാധിതരുടെ പൊതുമേഖലാ ബാങ്കുകളിലെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യത്തിന് സംസ്ഥാന സർക്കാർ ഇടപെടലുകൾ തുടരുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഈ കാര്യത്തിൽ നമ്മുടെ വികാരത്തോടൊപ്പം ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് നാം കാണുകയാണ്. പുനരധിവാസത്തിന്റെ ഈ ഘട്ടത്തിലും കേരളം
ദുരിതബാധിതർക്കൊപ്പമാണ്. ഒറ്റ രാത്രി കൊണ്ട് അനാഥമായി പോയ ജീവിതങ്ങൾക്കും സ്വന്തമായതും സ്വരുക്കൂട്ടിയതും നഷ്ടപ്പെട്ടവർക്കും ഒപ്പമാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് കേവലം 8 മാസം കൊണ്ട് തന്നെ ദുരന്തബാധിതരായവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കുന്ന ടൗൺഷിപ്പിന് നാം ആരംഭം കുറിക്കുന്നു. പുതുവർഷ ദിനത്തിലാണ് കേരളം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചത്. അതിൻ്റെ സാഫല്യമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ തുടക്കം. വാഗ്ദാനം എന്തായാലും എന്ത് വില കൊടുത്തു അത് നിറവേറ്റുന്നതാണ് നമ്മുടെ രീതി. ഇവിടെ ടൗൺഷിപ്പിന്റെ ഭാഗമായി കാര്യങ്ങൾ നാം ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ ഒട്ടേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, ജീവകാരുണ്യ കാര്യങ്ങളിൽ താല്പര്യമുള്ള കേന്ദ്രങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സഹായത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു. അവരുടെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയവരുണ്ട്. അതിന് പുറമെയുള്ള വാഗ്ദത്തങ്ങളാണ് വേറെയുള്ളത്. ഇപ്പോ നമ്മുടെ കർണാടക ഗവൺമെന്റ് തൊട്ടയൽപക്കമാണ്. നമ്മുടെ കർണാടക ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ശ്രീ സിദ്ധാരാമയ്യ ഇന്ന് എനിക്ക് കൊടുത്തയച്ച ഒരു കത്തുണ്ട്. ആ കത്തിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. In solidarity with the Government of Kerala, Government of Karnataka has promised earlier in my letters to you is happy to sanction rupees 20 crore towards the construction of 100 houses as sponsorship assistance towards providing shelter and stability to the affected families of landslide victims of Kerala. അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ചടങ്ങ് നടന്നു. ഈ ദുരന്തഘട്ടത്തിൽ 25 വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐയുടെ പ്രഖ്യാപനം ഉണ്ടായി. അവരുടെ ആക്രിയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ ആക്രിയുണ്ട്. ആക്രിയൊക്കെ ശേഖരിച്ച് വിറ്റാണ് പണം ഉണ്ടാക്കി. വളരെ മാതൃകാപരമായ ഇടപെടലാണ്. പക്ഷെ പണം അവർ വിചാരിച്ചത് 25 വീടിനായിരിക്കുന്നതാണ്. നമ്മൾ 20 ലക്ഷം വീടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് 100 വീട് നൽകാൻ കഴിയുമെന്ന് കണ്ടു. ആ പണം NSS എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ കോളേജുകളിലും സ്കൂളൊക്കെ പ്രവർത്തിക്കുന്ന NSS. ആ NSS 10 കോടി രൂപ ഇതിനായി നൽകുന്നത് ഞാൻ തുക പറയാത്തവര് നേരത്തെ വാഗ്ദത്തം ചെയ്തവരുണ്ട്. അവരൊന്നും ഇപ്പോൾ വീണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അവരെ പറയാതിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പോ നമ്മുടെ വലിയ തോതിലുള്ള സഹകരണം എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നാം ഇത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണയോടെ നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.